നമസ്കാരം, സ്ട്രേഞ്ചാലിറ്റിയിലേക്ക് ഏവർക്കും സ്വാഗതം. അനശ്വര ചലച്ചിത്രം ചെമ്മീനിൽ 1965 കറുത്തമ്മയാകാൻ ഷീലയെ ക്ഷണിക്കുന്നതിനു മുൻപ് സംവിധായകൻ രാമു കാര്യാട്ട് നായികയായി മറ്റൊരാളെ കണ്ടെത്തിയിരുന്നു. ചെമ്മീനിലെ കറുത്തമ്മയാകാൻ രാമു കാര്യാട്ടും നടൻ സത്യനും ആദ്യം കണ്ടെത്തിയത് കോഴിക്കോട്ടെ നാടകവേദിയിലെ പ്രതിഭയായ ബീഗം റാബിയെ ആയിരുന്നു. 1958 കോഴിക്കോട് ആകാശവാണിയിലെയും മറ്റു കലാകാരന്മാർ ചേർന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എൻ്റുപ്പാപ്പാക്കൊരാനേണ്ടാർന്ന് എന്ന നോവലിൻ്റെ നാടകാവിഷ്കാരത്തിൽ കുഞ്ഞുപ്പാത്തുമ്മയായി തകർത്തഭിനയിച്ച ബീഗം റാബിയുടെ പ്രകടനമാണ് ചെമ്മീനിലേക്കുള്ള വഴി തുറന്നത്. അന്ന് നായകനായി അഭിനയിച്ചത് KP ഉമ്മറായിരുന്നു. നാടകമല്ല സിനിമയെന്നും സിനിമയിൽ പോയാൽ പേരുദോഷം കേൾക്കുമെന്നുമുള്ള താക്കീതുകൾ കറുത്തമ്മയാകാൻ ബീഗം റാബിയ എന്ന 18കാരിയായ ആ പെൺകുട്ടിയെ കൊണ്ട് ആ ക്ഷണം നിരസിപ്പിക്കാൻ നിർബന്ധിതയാക്കി. ഒരു നിമിഷം കൊണ്ട് ബീഗം റാബിയ വേണ്ടെന്ന് വെച്ചത് മലയാള സിനിമയുടെ ചരിത്രത്തിലേക്കുള്ള ക്ഷണം കൂടിയായിരുന്നു. അതോടെ കറുത്തമ്മയാകാനുള്ള ക്ഷണം ഷീലയ്ക്ക് മുന്നിലേക്ക് എത്തുകയായിരുന്നു. ഗായികയും ആകാശവാണി ആർട്ടിസ്റ്റുമായിരുന്നു കോഴിക്കോട് മാളികപ്പുറത്ത് വീട്ടിൽ ബീഗം റാബിയ. കോഴിക്കോട്ട് നിലയത്തിൻ്റെ ഉദ്ഘാടനത്തിന് പാടാനെത്തിയ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി പിന്നീട് ആകാശവാണിയെ വിട്ടുപിരിഞ്ഞില്ല. 65 വർഷത്തോളം പാട്ടും നാടകവുമായി അവർ ആകാശവാണിയിൽ നിറഞ്ഞു നിന്നു. ഉറുദു മാതൃഭാഷയുള്ള പഠാണി മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന റാബിയയ്ക്ക് ഹിന്ദി ഗാനങ്ങൾ ഉച്ചാരണ ശുദ്ധിയോടെ പാടാനുള്ള അസാധാരണ കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് കോഴിക്കോടിൻ്റെ ലതാ മങ്കേഷ്കർ എന്ന് പേര് വന്നു. 12ാം വയസ്സിൽ ബാലലോകത്തിൽ പാട്ടുപാടിയായിരുന്നു തുടക്കം. 17 വയസ്സുള്ളപ്പോൾ ആകാശവാണിയിൽ ജോലി ലഭിച്ചെങ്കിലും വീട്ടുകാരുടെയും യാഥാസ്ഥിതികരുടെയും എതിർപ്പിനെ തുടർന്ന് കുറച്ചു കാലത്തിന് ശേഷം ജോലി രാജിവെച്ച് റേഡിയോയിലും നാടകവേദിയിലും കലാപ്രവർത്തനം തുടർന്നു. റേഡിയോ നാടകങ്ങൾക്ക് ശബ്ദം നൽകിയും ലളിതഗാനങ്ങളും മറ്റും ആലപിച്ചും അവസാന കാലം വരെ ആകാശവാണിയുടെ ഭാഗമായിരുന്നു. ആകാശവാണി A ഗ്രേഡ് ആർട്ടിസ്റ്റുമായിരുന്നു. SK പൊറ്റേക്കാട്, തിക്കോടിയൻ, KT മുഹമ്മദ് എന്നിവരുടെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അവസാന കാലത്ത് അവർ ചില സിനിമകളിലും അഭിനയിച്ചിരുന്നു. പന്ത് 2018, അമ്പിളി 2019. വിവാഹിതയും 8 മക്കളുടെ അമ്മയുമായിരുന്നു അവർ. പരേതനായ ഷേഖ് മുഹമ്മദ് ഭർത്താവ്. 2019 ജൂലൈ 10 അന്തരിച്ചു. മരണത്തിന് 2 വർഷം മുൻപാണ് സിനിമാ നടിയായ മഞ്ജു വാര്യരുടെ വലിയ ആരാധികയായ റാബിയ ബീഗത്തിനെ കേരളം തിരിച്ചറിഞ്ഞത്. കോഴിക്കോട് ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനെത്തി മഞ്ജുവിനെ കാണാൻ ഒരുപാട് പേർ കാത്തിരുന്നു. അക്കൂട്ടത്തിലൊരു മുത്തശ്ശി മഞ്ജുവിനെ കണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയായിരുന്നു. തൻ്റെ പ്രിയ നടിയെ കണ്ടതിൻ്റെ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ് മുത്തശ്ശിയെ പിന്നീടാണ് എല്ലാവരും തിരിച്ചറിഞ്ഞത്. മഞ്ജുവിനെ കാണാനെത്തിയ ആ മുത്തശ്ശി റാബിയ ബീഗം പിന്നീട് പല പരിപാടികളിലൂടെയും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്നു. റാബിയ ബീഗം അന്തരിച്ച വാർത്ത വന്നതോടെ ഈ ഉമ്മയെക്കുറിച്ചുള്ള മറക്കാനാവാത്ത അനുഭവം കഴിഞ്ഞ വർഷം സോഷ്യൽ മീഡിയ പേജിലൂടെ മഞ്ജു വാര്യറും പങ്കുവച്ചിരുന്നു. വിചിത്രവും യാഥാർത്ഥ്യവുമായ മറ്റൊരു കഥയുമായി തിരിച്ചെത്തുന്നവരെ സ്ട്രേഞ്ചാലിറ്റിയുടെ പ്രേക്ഷകർക്ക് ശുഭദിനം നേർന്നുകൊള്ളുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.